ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തപസ് കാലത്തിലെ 5-ാം ഞായർ. വരുന്ന ഞായറാഴ്ച ഓശാന ഞായറാഴ്ചയാണ്. അതേ തുടർന്ന് പിറ്റേ ഞായറാഴ്ച ഈസ്റ്റർ ഞായറാഴ്ചയാണ്. നമ്മൾ ഈ പീഡാസഹന ഞായറിനും ഉത്ഥാന ഞായറിനും വേണ്ടിയുള്ള ഒരുക്കത്തിൻ്റെ കാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ ഈ 5-ാം ആഴ്ചയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ തപസ് കാലത്തിലൂടെ പുതിയൊരു ജീവിതത്തിലേക്ക് നാം കടന്നു വരണം എന്ന് വായനകളിലൂടെ തിരുസഭ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊരിന്ത്യക്കാർക്കുള്ള 2-ാമത്തെ ലേഖനത്തിൽ 5-ാമത്തെ അധ്യായം 17-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിലായിരിക്കുന്നവൻ ഒരു പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ പുതിയ സൃഷ്ടിയാക്കപ്പെടുന്ന ഇസ്രയേൽ ജനത്തിൻ്റെയും പുതിയ സൃഷ്ടിയായി തീർന്ന പൗലോസ് അപ്പോസ്തലൻ്റെയും പുതിയ സൃഷ്ടിയായി തീരുന്ന സ്ത്രീയുടെയും അനുഭവങ്ങളാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വായനകൾ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക. ഇന്നത്തെ 1-ാമത്തെ വായനയിൽ ബാബിലോൺ പ്രവാസത്തിലായിരുന്ന ജനത്തിന് പ്രവാചകയിലൂടെ ദൈവം കൊടുക്കുന്ന സന്ദേശമാണ്. അതായത് പുറപ്പാട് അനുഭവത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അന്ന് എങ്ങനെ ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിപ്പിച്ച് ദൈവം ഇസ്രായേൽക്കാരെ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിച്ചോ, അന്ന് ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ശത്രുക്കളെയെല്ലാം ഒരു വിധത്തിൽ സമുദ്രത്തിൽ ആഴ്ത്തുകയും ചെയ്ത് അവർക്ക് രക്ഷ ചെയ്യുക, സ്വാതന്ത്ര്യമേകിയ കർത്താവിൻ്റെ ആ ചെയ്തികളെ പ്രത്യേകിച്ച് ഓർമ്മപ്പെടുത്തുക. അങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ബാബിലോൺ പ്രവാസം കഴിഞ്ഞ് തിരിച്ച് വരാനായിട്ടുള്ള ആഹ്വാനം രൂപത്തിൽ ഇസ്രായേൽ ജനത്തെ നൽകുക. അവിടെ പറയുകയാണ്, നിങ്ങൾ പഴയ കാര്യങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട, ഇതാ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനൊരു പുതിയ കാര്യം ചെയ്യുകയാണ്, അത് ഉടലെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ചോദിക്കുക. പ്രിയപ്പെട്ടവരെ, ബാബിലോൺ പ്രവാസത്തിലെ കഷ്ടപ്പാടുകളിൽ കുടുങ്ങിക്കിടക്കേണ്ട നിങ്ങൾ അതിനെ അതിജീവിച്ച് നിങ്ങൾ പുതുതാക്കപ്പെടുക, നിങ്ങൾ പുനരുദ്ധരിക്കപ്പെടുക. അങ്ങനെ പുനരുദ്ധാരണത്തിൻ്റെ ആ അനുഭവം, നവീകരണത്തിൻ്റെ അനുഭവം, അതിനെയാണ് 1-ാമത്തെ വായന ഓർമ്മപ്പെടുത്തുക. ക്രിസ്തുവിലായിരിക്കുമ്പോൾ നമ്മളും പ്രിയപ്പെട്ടവരെ ഈ നവീകരണ അനുഭവത്തിലേക്ക് കടന്നു വരും. നമ്മുടെ കല്ലറകളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരുന്ന ഒരു അനുഭവം, നമ്മുടെ ഭൂതങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ വിമോചിപ്പിക്കപ്പെട്ട് ഭാവിയിലേക്ക് നയിക്കപ്പെടുന്ന ഒരു അനുഭവം, അതാണ് ക്രിസ്തു അനുഭവം. ഇന്നത്തെ സങ്കീർത്തനം 126-ാം സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം ഈ ബാബിലോൺ പ്രവാസം കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ പാട്ടാണ്, അല്ലെ യഹൂദി ജനത്തിൻ്റെ ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടാണ്. കർത്താവ് ഞങ്ങൾക്കായി മഹത്തായ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. കർത്താവ് അങ്ങയുടെ ഐശ്വര്യം പുനഃസ്ഥാപിക്കണമേ എന്നുള്ള പ്രാർത്ഥനയുണ്ട് അതിൽ. 126-ാം സങ്കീർത്തനം. നമ്മൾ ഈ 137-ാം സങ്കീർത്തനമുണ്ട്. ബാബിലോൺ പ്രവാസകാലത്ത് വേദന അനുഭവിക്കുമ്പോൾ ഇസ്രായേൽ ജനം അവിടെ രോദനം കൊള്ളുന്ന ആ സങ്കീർത്തനമാണ് 137-ാം സങ്കീർത്തനം. നേരെ മറിച്ച് ഇന്നത്തെ പ്രതിദിന സങ്കീർത്തനം 126-ാം സങ്കീർത്തനം പ്രവാസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ സ്തോത്രഗീതിയാണ്, വിജയഗീതിയാണത്. അവിടെ ഒരു വിധത്തിൽ അടിമത്തത്തെ വിട്ട് സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നു. ഇന്നലകളെ വിട്ട് നാളെയിലേക്ക് ഞങ്ങൾ മുന്നേറുന്നു എന്നുള്ള ആ വലിയ ഒരു സന്ദേശമാണ് ഈ യൂദയ ജനം പ്രിയപ്പെട്ടവരെ നൽകുന്നത്. നമ്മൾ ഇന്നത്തെ 2-ാമത്തെ വായനയിലേക്ക് നോക്കുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, ക്രിസ്തു എന്നെ സ്വന്തമാക്കിയിരിക്കുന്നു, ഞാൻ അവനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ ഇന്നലെ വിട്ട് ഞാൻ നാളെയിലേക്ക് മുന്നേറുക. അതുവരെ ഈ പൗലോസ് അപ്പോസ്തലനുണ്ടല്ലോ നിയമത്തിന് വലിയ പ്രാധാന്യം കൊടുത്തിരുന്നു. നിയമത്തിലൂടെയാണ് രക്ഷ എന്നുള്ള ചിന്തയിലാണ് ജീവിച്ചിരുന്നത്. അങ്ങനെ ഒരു ഫരീസയനായിരുന്നു ഈ പൗലോസ്, സാവൂൾ. എന്നാൽ ഈശോയെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോഴോ പ്രിയപ്പെട്ടവരെ, ആ ഈശോയെക്കുറിച്ചുള്ള അറിവ് അത്ര ശ്രേഷ്ഠമായതിനാൽ ഇതുവരെ ഞാൻ എന്തിലെല്ലാം അഭിമാനം കൊണ്ടോ അതെല്ലാം കുപ്പയായി കരുതുകയാണ്, ഞാൻ വിട്ടുപേക്ഷിക്കുകയാണ്. എൻ്റെ ഇന്നലകളെ വിട്ട്, ഞാൻ ഇതുവരെ സ്വന്തമാക്കിയതിനെല്ലാം വിട്ട് എൻ്റെ കർത്താവിനെ, അവിടുന്നാണ് എൻ്റെ രക്ഷ, അവിടുത്തെ ഞാനിതാ സ്വന്തമാക്കുക. അവനോടുകൂടി മരിച്ച് എനിക്ക് ഉത്ഥാനത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വരണം. അതാണ് പ്രിയപ്പെട്ടവരെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്.
നമ്മുടെയും തീവ്രമായ ആഗ്രഹം അതായിരിക്കണം. ഈ തപസ്സുകാലത്തിലൂടെ നമ്മൾ മുന്നേറുമ്പോൾ ഈശോയോടൊത്ത് മരിച്ചുയർക്കുന്ന ഒരു അനുഭവം, നമ്മളെ കർത്താവിൽ നിന്നും അകറ്റുന്ന എല്ലാം, കർത്താവിനെ വിലമതിക്കാതെ മറ്റുള്ളവയെ വിലമതിച്ചുവെങ്കിൽ അതിനെല്ലാം വിട്ടുപേക്ഷിച്ച് കർത്താവിൻ്റെ വിലയെ ഗ്രഹിച്ച് പ്രിയപ്പെട്ടവരെ കർത്താവിനെ സ്വന്തമാക്കുന്ന ഒരു അനുഭവം. യേശു ക്രിസ്തു എന്നെ സ്വന്തമാക്കി, ഞാൻ അവനെ സ്വന്തമാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നൊരു ബോധത്തോടെ പ്രിയപ്പെട്ടവരെ ഈ തപസ്സുകാലത്തിലൂടെ നമുക്ക് മുന്നേറാം. നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിലാണ് ആ സംഭവം കാണുന്നത്. എന്നാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ചൈതന്യം നോക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ എന്നതിനേക്കാൾ ലൂക്കായുടെ സുവിശേഷത്തിലാണ് അതിൻ്റെ സ്ഥാനം വരിക. ലൂക്കായുടെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ അത് വരാം എന്നുള്ള രീതിയിലാണ്. ചില കയ്യെഴുത്ത് പ്രതികൾ അങ്ങനെ കാണുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ആദ്യ കയ്യെഴുത്ത് പ്രതികളിൽ ഇത് കാണുന്നുമില്ല. എങ്കിലും ക്രൈസ്തവ പാരമ്പര്യത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്, യേശു സംഭവത്തിലെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ഈ പാപിനിയായ സ്ത്രീയെ കർത്താവ് ഒരു രൂപത്തിൽ കുമ്പസാരിപ്പിക്കുന്ന അനുഭവം എന്ന് പറയാം. ആ പാപിനിയായ സ്ത്രീയെ കുമ്പസാരിപ്പിക്കുന്നതിന് തൊട്ട് മുമ്പ് ഒരു രൂപത്തിൽ ഒരു ജനക്കൂട്ടത്തെ മുഴുവനും കർത്താവ് കുമ്പസാരിപ്പിച്ചു. അതാണ് ഒരു രൂപത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരെ സുവിശേഷത്തിൽ കാണുക. നമ്മൾ സുവിശേഷത്തിൽ പ്രധാനമായും 3 കൂട്ടരെയാണ് കാണുന്നത്. ഒന്ന്, നമ്മൾ ഈശോയെ കാണുന്നുണ്ട്. 2, നമ്മൾ ഈ യഹൂദരെ കാണുന്നുണ്ട്, ഫരീസേരി നിയമജരെ നമ്മൾ കാണുവാണ്. 3-ാമത്തേത് ഈ സ്ത്രീയെ നമ്മൾ കാണുക. ആ ഓരോരുത്തരുടെയും സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് നിർത്താനായിട്ട് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആദ്യം പ്രിയപ്പെട്ടവരെ നമ്മളെ തന്നെ ആ സ്ത്രീയുടെ സ്ഥാനത്ത് നമ്മളെ തന്നെ ഒന്ന് നിർത്താം. അവഹേളിക്കപ്പെട്ട് അല്ലേ, ഒരു വിധത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടതാണെങ്കിൽ അവളെ മാത്രമല്ല അവനെയും കൊണ്ടുവരേണ്ടതായിരുന്നു. എന്നാൽ അവളെ മാത്രമാണ് കൊണ്ടുവന്നത്. അവളെ കല്ലെറിയാനായിട്ട് അവർ കൊണ്ടുവരിക, വലിച്ചിഴച്ച് കൊണ്ടുവരിക, കർത്താവിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരിക. പ്രിയപ്പെട്ടവരെ അവളുടെ ആ അവസ്ഥ, കർത്താവിൻ്റെ മുമ്പിൽ പശ്ചാത്താപ വിവശയായി നിൽക്കുന്ന ആ സ്ത്രീയാണ്. താൻ തെറ്റ് ചെയ്തു എന്ന ഒരു ബോധത്തിൽ അവൾ നിൽക്കുന്നത്. തൻ്റെ തെറ്റിനെ അവൾ നിഷേധിക്കുന്നില്ല. ഒരു ഏറ്റുപറച്ചിലുണ്ട്, മൗനമായ ഒരു ഏറ്റുപറച്ചിലാണ്. കർത്താവ് അവളോട് പറഞ്ഞു, സ്ത്രീയെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, നീ മേലിൽ പാപം ചെയ്യരുത്. അവൾ ചെയ്ത പാപത്തെ ദൈവം അംഗീകരിക്കുമല്ല, പക്ഷേ ആ പാപത്തിൽ നിന്ന് അവളെ വിടുവിക്കുക, പാപത്തിൻ്റെ പിടിയിൽ നിന്ന്, പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് അവളെ മോചിപ്പിക്കുക കർത്താവ് ചെയ്യുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വലിച്ചിഴക്കപ്പെട്ടുവെങ്കിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ കണ്ടുമുട്ടാൻ സാധിച്ചതിലൂടെ പാപമോചനവും ഒരു വിധത്തിൽ ജീവിത നവീകരണവും ലഭിച്ച സ്ത്രീയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ബൈബിളിൽ ഈ കർത്താവിൻ്റെ പാദത്തിങ്കിൽ വന്ന് കണ്ണിൻ്റെ കണ്ണുനീര് കൊണ്ട് അവിടുത്തെ പാദങ്ങൾ കഴുകുകയും തലമുടി കൊണ്ട് തുടയ്ക്കുകയും ചെയ്ത് തൈലം പൂശിയ ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ട്. കർത്താവ് ഒരു വീട്ടിൽ വിരുന്നിന് ചെന്നപ്പോൾ ആ സ്ത്രീ, എനിക്ക് തോന്നുന്നത് ഈ സ്ത്രീ, അതായത് ഈ പാവനിയായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരപ്പെട്ട് കർത്താവിനാൽ മോചിപ്പിക്കപ്പെട്ട ആ സ്ത്രീ കർത്താവിനോട് നന്ദിയാൽ നിറഞ്ഞ് പ്രിയപ്പെട്ടവരെ അവൾ കർത്താവിനോടുള്ള പ്രത്യേകമായിട്ടുള്ള സ്നേഹം പ്രകടമാക്കിയ അനുഭവമാണ് അന്ന് അവൾ വീട്ടിലേക്ക് കടന്നു ചെന്ന് കർത്താവിൻ്റെ പാദങ്ങളിലിരുന്ന് പാദാന്തികത്തിലിരുന്ന് തൻ്റെ കണ്ണുനീരുകൊണ്ട് ആ പാദം കഴുകുകയും തൻ്റെ തലമുടി കൊണ്ട് അത് തുടയ്ക്കുകയും ഏറ്റവും വിലയേറിയ സുഗന്ധദ്രവ്യം കൊണ്ട് കർത്താവിനെ പൂശുകയും ചെയ്യുന്നത്. അവൾ തന്നെയാവാൻ ചിലപ്പോൾ മഗ്ദലേന മറിയവും കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ ആദ്യത്തെ പ്രേക്ഷിത അപ്പോസ്തലന്മാരുടെ അപ്പോസ്തല എന്നറിയപ്പെടുന്നു. അങ്ങനെ ആകാം. അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. ഇത് മൂന്ന് സ്ത്രീകളാകാം. എങ്കിലും നമ്മൾ തോന്നുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നാവുന്ന ഒരു കാര്യം, ഒരു വലിയൊരു നീണ്ട കഥയായത്, ഞാനൊരു പാപിനിയായിരുന്നു, എന്നാൽ ഞാൻ അവനെ കണ്ടുമുട്ടി, അവനിലൂടെ എൻ്റെ പാപത്തിൽ നിന്ന് എനിക്ക് മോചനം വന്നു, ഞാൻ അവനോട് നന്ദിയാൽ നിറഞ്ഞു, അവൻ്റെ പാദാന്തികത്തിലിരുന്ന് എൻ്റെ സ്നേഹം പകർന്നു, ഞാൻ എൻ്റെ സ്വന്തമാക്കി, അവിടുന്ന് എന്നെ സ്വന്തമാക്കി, ഞാൻ അവിടുത്തേതാണ്, മരണം വരെയും കർത്താവിനോട് വിശ്വസ്തയായിരുന്ന.
മരിച്ചു കഴിഞ്ഞ ഉത്ഥിതനെ കണ്ടുമുട്ടി ആ ഉത്ഥിതനെക്കുറിച്ചുള്ള സന്ദേശം ലോകത്തിൽ പരത്തുവാൻ തൻ്റെ ജീവിതത്തെ ഒഴിഞ്ഞു വെച്ച സ്ത്രീ ഒരു വിധത്തിൽ ആ ഒരു നല്ല ഒരു ക്രൈസ്തവൻ്റെ ഒരു അനുഭവത്തിലൂടെ ഈ ഒരു സ്ത്രീ 3 സ്ത്രീകളുടെ അനുഭവത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് മുന്നേറാൻ ശ്രദ്ധിക്കാം. നമ്മൾ രണ്ടാമതായി കാണുന്നത് ആ ഫരീസേരെയും നിയമജരെയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഈ സ്ത്രീയെ കല്ലെറിയാൻ എന്നതിനേക്കാളും കർത്താവിനെ കല്ലെറിയാൻ വന്നതാ, കർത്താവിനെ പരീക്ഷിക്കുവാനായിട്ട് വന്നതാ. അവളെ അവിടെ കൊണ്ട് നിർത്തിയിട്ട രൂപത്തിൽ കർത്താവിന് ഉത്തരം മുട്ടിക്കാവുന്ന രീതിയിൽ അവർ ചോദ്യങ്ങൾ പറയുന്നത്. ഇവളെ വ്യഭിചാരത്തിൽ പിടിച്ചു ഞങ്ങൾ കൊണ്ടുവന്നതാണ്, വ്യഭിചാരം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അവളെ പിടിച്ചുകൊണ്ട് വന്നതാണ്, ഇവളെ കല്ലെറിഞ്ഞു കൊല്ലണം എന്നാണ് മോശ പറഞ്ഞിരിക്കുന്നത്, നീ എന്ത് പറയുന്നു എന്നാണ് ചോദിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കർത്താവ് പറയുക വേണ്ട, അവളെ വെറുതെ വിട്ടേരെന്ന് പറഞ്ഞാൽ മോശയുടെ നിയമത്തെ ലംഘിക്കുക. നേരെ മറിച്ച് അവളെ കല്ലെറിഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ പ്രിയപ്പെട്ടവരെ 2 പ്രശ്നങ്ങളാണ്. ഒന്ന്, കൊല്ലാനായിട്ടുള്ള അവകാശം അന്ന് റോമക്കാർക്കേ ഉള്ളൂ, റോമൻ അധികാരികൾക്കേ ഉള്ളൂ. അപ്പോൾ രൂപത്തിൽ റോമിൻ്റെ കോപം വരുത്തി വയ്ക്കാം. അതും കൂടാതെ കരുണയുടെ പ്രവാചകൻ എന്ന രീതിയിലാണ് കർത്താവ് തന്നെ അവതരിപ്പിച്ചത്. ദൈവത്തിൻ്റെ കരുണ ഏറ്റവും വെളിവാക്കുന്ന രീതിയിൽ, ദൈവത്തിൻ്റെ കരുണയുടെ അവതാരം എന്ന രീതിയിലാണ് ഈശോ തന്നെ അവതരിപ്പിച്ചത്. അപ്പം ആ ഈശോയ്ക്ക് അവളെ കല്ലെറിഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഉത്തരവൊന്നും പറഞ്ഞില്ല. കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് പറയുക. നിലത്ത് എഴുതി എന്ന് 2 പ്രാവശ്യം പറയുന്നുണ്ട്. അവർ വീണ്ടും ചോദിക്കുക, നീ എന്ത് പറയുന്നു? എനിക്കൊന്ന് കർത്താവ് ഇത് എഴുതിയത് ചിലപ്പോൾ അല്പം ഒരു സാവകാശം എടുക്കാനാണ്. ഒന്നിനും ഉണ്ടല്ലോ ഉടനെ ഉത്തരം പറയാൻ പോകരുത്. ഒന്നിനും നമ്മൾ അല്പം ഒരു സാവകാശം എടുക്കുക, എന്നിട്ട് മാത്രം ഉത്തരം പറയുക. നമ്മൾ ഉടനെ ഉത്തരം പറയാൻ പോകുമ്പോൾ അത് നമ്മുടെ ഉത്തരവായി പോകും. നേരെ മറിച്ച് അല്പം ഒന്ന് സാവകാശത്തോടെ ഒരു ചെറിയൊരു പ്രാർത്ഥനയോടെ ഉത്തരം പറയാൻ നമ്മൾ തയ്യാറാകുമ്പോഴോ നമ്മളിലൂടെ ദൈവം സംസാരിക്കുന്നത് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് പ്രശ്നങ്ങൾ വരിക നമ്മൾ ഉടനെ പ്രത്യുദ്ധരിക്കാൻ പോകുമ്പോഴാണ്. ഇപ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ കർത്താവ് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്ന് പറയാം. ചിലപ്പോൾ അവിടെ എഴുതിയത് അവരുടെ പാപങ്ങളൊക്കെ ആകാം. നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അല്പം ഒരു സാവകാശം എടുത്തു. എന്നിട്ട് കർത്താവ് അവരോട് പറയുന്നൊരു വചനമുണ്ട്. പറഞ്ഞത് ഇതാണ്, കല്ലെറിയണമെന്നോ വേണ്ടെന്നോ അല്ല പറയുക, ആദ്യത്തെ കല്ലെറിയുന്നത് നിങ്ങളിൽ പാപമില്ലാത്തവനായിരിക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മൾ കേൾക്കുന്നത് എന്താണെന്നറിയാവോ, വായിക്കുന്നത് എന്താണെന്നറിയാവോ? മൂത്തവർ തുടങ്ങി ഇളവൻ വരെ അവിടെ ഇട്ടിട്ട് പോയി എന്ന് പറയുക. ഒറ്റ ഒരാൾ പോലും അവളെ കല്ലെറിയാനായിട്ട് ശേഷിക്കുന്നില്ല. പലപ്പോഴും ഉണ്ടല്ലോ നമ്മൾ മറ്റുള്ളവരെ കല്ലെറിയാൻ ശ്രമിക്കുന്നവരാ, കല്ലുവായി നിൽക്കുന്നവരാ. പക്ഷെ എറിയപ്പെടേണ്ടത് നമ്മളാണെന്നുള്ള കാര്യം ചിലപ്പോൾ മറന്നു പോകുക. മറ്റുള്ളവരിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ആ തെറ്റ് അത് നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ടല്ലേ നമ്മൾ ആ തെറ്റ് കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിധിക്കുമ്പോൾ വിധിക്കപ്പെടുകയാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ 7-ാമത്തെ അധ്യായത്തിൽ 1-ാമത്തെ വാക്യം പറയാണ്, നിങ്ങൾ വിധിക്കരുതെങ്കിൽ നിങ്ങൾ വിധിക്കപ്പെടുകയില്ല. അവർ വിധിക്കാൻ വന്നു, അവർ വിധിക്കപ്പെട്ടവരായിട്ട് പോകുക. ഒറ്റ ഒരാൾക്ക് പോലും അവളെ കല്ലെറിയാനായിട്ട് സാധിച്ചില്ല. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ഫരീസേയരുടെ സ്ഥാനത്താണ് നിൽക്കുന്നത് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പശ്ചാത്തപിക്കാം. ആ കല്ലൊന്ന് താഴെയിട്ടിട്ട് നമുക്ക് തിരികെ പോകാൻ ശ്രദ്ധിക്കാം. തിരികെ പോകുമല്ല, കർത്താവിൻ്റെ കരുണ ഏറ്റുവാങ്ങാൻ നമുക്ക് ശ്രദ്ധിക്കാം. അവരൊക്കെ ഒരു രൂപത്തിൽ കുമ്പസാരത്തിൻ്റെ ആദ്യ പദം വെച്ചവരാണ്. തങ്ങളുടെ പാപത്തെക്കുറിച്ച് അവർ ബോധപ്പെട്ടു. ഒരു കൂട്ടമെന്ന രീതിയിൽ അവർ ഒരുമിച്ച് കൂടിയപ്പോഴുണ്ടല്ലോ, അവരൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാവരും ആ കൂട്ടത്തിൻ്റെ കൂടെ അങ്ങ് പോകുക. പലപ്പോഴും ഇങ്ങനെ കൂട്ടം കൂടുമ്പോഴാണല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവുക. നേരെ മറിച്ച് കർത്താവ് ഓരോരുത്തരെയും ഒന്ന് നോക്കുക. നിങ്ങളിൽ പാപമില്ലാത്തവൻ അവളെ കല്ലെറിയട്ടെ. കർത്താവ് ഓരോരുത്തരെയും നോക്കുമ്പോൾ, അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവരുടെ കയ്യിലെ കല്ല് താഴെ വീണു. അവർ തിരിച്ചുപോയി. അവസാനം ആ സ്ത്രീയും കർത്താവും മാത്രം ശേഷിച്ചു. അവിടെയാണ് നമ്മൾ കർത്താവിനെ പ്രത്യേകം കാണുക. കർത്താവിൻ്റെ കരുണ
കർത്താവിൻ്റെ കരുണ. സ്ത്രീയെ, ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ. കർത്താവ് പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല. നിന്റെ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം വന്നിരിക്കുക. നീ പാപിയാണെന്ന് ഞാൻ ഇനി പറയുന്നില്ല. നിന്റെ പാപത്തിൽ നിന്ന് നിന്നെ ഞാൻ മോചിപ്പിക്കുക. എന്നിട്ട് കർത്താവ് പറയുന്നുണ്ട്, നീ സമാധാനത്തിൽ പൊക്കോ, മേലിൽ പാപം ചെയ്യരുത്. അവളെ ഒരു പുതിയ ജീവിതത്തിലേക്ക് കർത്താവ് ക്ഷണിക്കുക. പാപം വിട്ടകന്ന്, പ്രിയപ്പെട്ടവരെ, ഇതുവരെ അവൾ പാപിനിയായി ജീവിച്ചുവെങ്കിൽ ഇനി അവൾ ഏറ്റവും വലിയ പുണ്യവതിയായി ജീവിക്കുക. എൻ്റെ ഇന്നലകളെ വിട്ട് ഞാൻ നാളെയിലേക്ക് മുന്നേറുക. നമ്മുടെ ഈ തപസ്സുകാലം അതിനു വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ ഇന്നലകളെ മറക്കണമെന്നല്ല പറയുന്നത്, അതിനെ വിടണം. അതിൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ മോചിതരാകണം. നമ്മുടെ ഇന്നലകളിൽ നമ്മൾ പാഠം പഠിച്ച് നമ്മൾ മുന്നേറണം. നമുക്ക് ഇന്നലകളിൽ കിടന്ന് നരയിക്കേണ്ടവരല്ല നമ്മൾ. കല്ലറയ്ക്കകത്തിരുന്ന് ചീഞ്ഞഴുകേണ്ടവരല്ല നമ്മൾ. ഇന്നലെ വിട്ട് നമ്മൾ എഴുന്നേൽക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ തുടക്കം പോലും അതല്ലേ. ആദ്യത്തെ നമ്മുടെ ലോകം അമ്മയുടെ ഗർഭപാത്രമാണ്. അവിടെ ഇന്ന് ഇരിക്കേണ്ടവരല്ല നമ്മൾ. അവിടം വിട്ട് ഈ ലോകത്തിലേക്ക് ജനിച്ചവരാണ് നമ്മൾ. ഈ ലോകം ഒരു വിധത്തിലെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഇന്നലകളാകും സ്വർഗത്തിലേക്ക് നമ്മൾ പോകാൻ തയ്യാറാകുമ്പോൾ. ഇന്ന് നിരന്തരം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഇന്നലയെ വിട്ട് നാളെയിലേക്ക് മുന്നേറുക. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി മുന്നേറുക. ക്രിസ്തു, പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിനോടൊത്ത് പാപത്തിന് മരിച്ച് ദൈവത്തിനായി ഉയർക്കാൻ, ജീവിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക. അതിനുവേണ്ട വലിയ അവസരമാണ് പ്രിയപ്പെട്ടവരെ ഈ തപസ്സുകാലം. നല്ലൊരു കുമ്പസാരം നടത്തി നമ്മുടെ ഇന്നലകളിൽ നിന്ന്, നമ്മുടെ ഭൂതങ്ങളിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് വിടുതൽ പ്രാപിക്കാം. അതിനൊന്ന് വിട്ടുകളയാം. ലെറ്റ് ഗോ. എന്നിട്ട് ലെറ്റ് ഗോഡ് പുതിയൊരു ജീവിതം തരാൻ, പുതിയ ജീവിതത്തിലേക്ക് നമ്മളെ നയിക്കാൻ നമുക്ക് ദൈവത്തെ ഒന്ന് അനുവദിക്കാം. ലെറ്റ് ഗോഡ്. ലെറ്റ് ഗോഡ് ഫോർഗീവ് us, ലിബറേറ്റ് us, ഫ്രീ us. കർത്താവ് നമ്മളെ നയിക്കട്ടെ, നമ്മളെ വിമോചിപ്പിക്കട്ടെ, രക്ഷയിലേക്ക് നയിക്കട്ടെ. സന്തോഷവും സമാധാനവും ഐശ്വര്യവും അനുഗ്രഹവും കൊണ്ട് നമ്മെ നിറയ്ക്കട്ടെ. നമ്മുടെ ഭൂതങ്ങളിൽ നിന്നെല്ലാം പൂർണ്ണമായി വിടുതൽ തന്ന കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ഈ സുദിനത്തിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈശോയോടൊത്ത് പാപത്തിന് മരിച്ച്, ലോകത്തിന് മരിച്ച്, ഇന്നലേക്ക് മരിച്ച് നാളേക്കായി നമുക്ക് ഉയർക്കാം. ഇന്നിലേക്കായി നമുക്ക് ഉയർക്കാം. ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി നമുക്ക് മാറാം. പാപത്തെ വിട്ട് പുണ്യത്തിലേക്ക്, ദുഃഖത്തെ വിട്ട് സന്തോഷത്തിലേക്ക്, ഇല്ലായ്മയെ വിട്ട് സമൃദ്ധിയിലേക്ക്, അസ്വസ്ഥതയെ വിട്ട് സമാധാനത്തിലേക്ക്, പ്രിയപ്പെട്ടവരെ, രോഗത്തെ വിട്ട് സൗഖ്യത്തിലേക്ക്, ആരോഗ്യത്തിലേക്ക് നമുക്ക് മുന്നേറാം. ശരീരത്തിലും മനസ്സിലും ആത്മാവിലും ആരോഗ്യവും ശക്തിയും കൃപയും അനുഗ്രഹവും നിറഞ്ഞ ദൈവത്തെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഏവർക്കും അനുഗ്രഹമായി ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രദ്ധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.